എന്റെ മോളി ബസ്സിലുണ്ടായിരുന്നില്ലേ? സെന്റ് തോമസ് പഠിക്കുന്ന കുട്ടിയല്ലേ? സ്കൂൾ പിള്ളേർ ആരും ഈ ട്രിപ്പിലുണ്ടായിരുന്നല്ലോ. ഇത് സാമുവൽ. ഇവിടെ 12Bയിൽ പഠിക്കുന്ന ലിസമ്മ സാമുവലിന്റെ ഫാദറാണ്. സ്കൂൾ വിട്ട് ഇത്രയും നേരമായിട്ടും കൊച്ചു വീട്ടിൽ വന്നിട്ടില്ല. ലിസമ്മ സാമുവൽ സെക്കൻഡ് പീരീഡ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോയല്ലോ. മാർക്ക് കുറവുള്ള സ്റ്റുഡൻസ് പേരൻസിനെ വിളിച്ചുകൊണ്ടുവരേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്ന്. പേരൻസിനെ കൂട്ടിക്കൊണ്ടുവന്ന് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്നും പറഞ്ഞ് ലിസമ്മ സാമുവലിനെ മറ്റൊരു കുട്ടിയെയും പ്രിൻസിപ്പൽ വീട്ടിലേക്ക് മടക്കി വിട്ടിരുന്നു. ഇനി പേടിപ്പനിയെല്ലാം തലപ്പാറ ഭഗവതി മാറ്റിത്തരും കേട്ടോ. സൂക്ഷിച്ചിറങ്ങു മോളെ. അല്ല ഇതാര് പ്രഭാകരനോ? ഓ തെറ്റി തെറ്റി തെറ്റി. ചാമുവല് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഓ അല്ലെങ്കിൽ തന്നെ നീ അവറ്റകളെ ഞങ്ങളുടെ ഉടിയിലേക്ക് വിടുവോ? ഞങ്ങൾ കുറഞ്ഞവരല്ലേ അതക്കറുതര്. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവള് വല്ല നോട്ടോ പുസ്തകമോ കൂട്ടുകാരികളുടെ നിന്ന് വാങ്ങാൻ പോയതായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന നേരത്തെ അവള് വീട്ടിൽ തിരിച്ചെത്തി കാണും. അടുത്ത കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു, അവിടെയൊന്നും ചെന്നിട്ടില്ല. അല്ല ഇനിയിപ്പോ ഗോപി പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നതിനിടയ്ക്ക് അവള് വീട്ടിലെത്തി കാണും. സ്കൂളിൽ പോകാൻ നേരം വല്ല വഴക്കോ വക്കാണോ ഉണ്ടായിരുന്നോ പ്രഭാര? ഓ എടുത്ത പിള്ളേരുടെ ഓരോ രീതിയും പ്രവൃത്തി. ആ ഏതായാലും ആളെ പേരെ ഒന്നും അറിയിക്കണ്ട. പ്രായം തകഞ്ഞ കൊച്ചാ. ആൾക്കാരറിഞ്ഞ അത് മതി അതിന്റെ ജീവിതം നായ നക്കാൻ. നമുക്ക് ഇറങ്ങാൻ സാമൂലെ. ഞാനും കൂടെ വരാമാവാ. എന്റെ ഷർട്ടും കെടുത്തടി. അല്ല എന്നതാടാ പ്രഭാര, നിന്റെ രണ്ടാമത്തെ മോടെ കല്യാണാലോചന മുറയ്ക്ക് നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഇനി എന്തിനാടാ രഹസ്യമാക്കി നടത്തുന്നത്? ദേ എന്റെ മോൻ കെട്ടി അവള് 3 മാസം വയറ്റ് കണ്ണിയോ. ദേവികയ്ക്ക് പറയാനുള്ളത് ഏത് മഹാരാജാവിന്റെ മുഖത്ത് നോക്കിയും പറയും. ഇല്ലെങ്കിലേ ദേവിക ചത്ത് തെക്കോട്ടെടുക്കണം. എടാ നിന്റെ മോളെ ഇവന് പെണ്ണി ചോദിച്ചു വന്നപ്പോഴേ ഞാൻ നിന്റെ പെങ്ങളാണെന്ന് മറന്ന് നീ എന്നോട് പറഞ്ഞു ഒന്ന് ഞാൻ ചത്താലും മറക്കത്തില്ല. ഓ നീ വലിയ ക്രിസ്ത്യാനിയായി പോയില്ലേ? എന്റെ പൊന്നു തള്ളി ഒന്ന് നിർത്ത്. നേരം കാലം നോക്കാനുള്ള ഒരു വർത്താനം. നീ വെറുതെ ആദ്യം ഏറ്റണ്ടടാ. പെണ്ണ് ചിലപ്പോ രജിസ്റ്റർ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി കാണും. തള്ള വേലി ചാടിയാലേ മകള് മതിരിയാടൂന്ന. അല്ല എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുവാ, നിങ്ങൾ ഈ പച്ചപ്പാതിരക്ക് പെങ്കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതിന്റെ അർത്ഥം എന്തുവാ? ലൈൻ ബസ് ആകുമ്പോ തോനെ ആൾക്കാർ കയറും പോകും. അവരൊക്കെ എവിടെ ഇറങ്ങുന്നു എങ്ങോട്ട് പോകുന്നു ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയാനാ? കുഞ്ചറിയാച്ച മോൻ ടോമിച്ചോടൊന്ന് ചോദിച്ചു നോക്ക്. പുള്ളിക്കാരന് ഈ പെങ്കൊച്ചിനെ പരിചയമുണ്ട്. ഓക്കെ, അവനിങ്ങനെ ചെക്കറായിട്ട് പോകുന്നത് കൊണ്ട് വണ്ടിയിൽ കയറുന്നവർക്കൊക്കെ അവനെ പരിചയം ഉണ്ടാവും. ചിലരൊക്കെ അവനും പരിചയം കാണും എന്ന് കരുതി ഇതൊരുമാതിരി എരണ്ണങ്ങട്ട ഏർപ്പാടായി പോയി. കുഞ്ചറിയാച്ച ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. എന്തുവാ? ഇങ്ങോട്ട് വന്നേ. ഇത് സാമുവലിന്റെ കാണാതായ മകൾ ലിസമ്മയുടെ പുസ്തകക്കെട്ടിനകത്തുനിന്ന് കിട്ടിയതാണ്. കുഞ്ചറിയാച്ചന്റെ മകൻ അവൾക്ക് എഴുതിയ എഴുത്തുകളും ഫോട്ടോയും. എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നേ? ഈ പെങ്കൊച്ചിന് എന്നാ വയസ്സ് കാണും? ഒരു 16 വയസ്സുണ്ടാവും. കർത്താവേ, വല്ല പോലീസുകാരുടെ കയ്യിലും പെട്ട കഴിവറാമോ കുടുങ്ങുമല്ലോ. ഞാനിപ്പോ എന്നതാ ശേഖരൻ സാറേ ചെയ്യണ്ടേ? അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഈ രാത്രി തന്നെ. അതിന് കുഞ്ചറിയാച്ചന് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. കാര്യം കോട്ടയം SP തോമസ് മാത്യു എന്റെ കസിനാ, ഇളയമേടെ മോൻ. പക്ഷെ ഈ പാതിരാത്രിക്ക് അവനെ വിളിച്ച് പറയാന്ന് വെച്ചാ പ്രശ്നം ഇതായി പോയില്ലേ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ അതെ, വെടിമരുന്നും തീപ്പെട്ടിയും ഒരിടത്തൊരുമിച്ച്. ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ച് പറയാം. തോമസിനെ. എന്നതാ അച്ചായ? ഒന്നുമില്ല, നീ കിടന്നോ. ഹലോ, SP തോമസ് മാത്യു ഹിയർ. എന്നാ കുഞ്ചറിയാച്ചേ ഈ നേരത്ത്?
ഞാൻ അന്വേഷിപ്പിക്കാം. എടാ, ഇത് നമ്മുടെ കുടുംബത്തിന്റെ മാനം കപ്പലേറുന്ന കാര്യമാ. നീ ആ ഹോട്ടലുകളിലൊക്കെ ഒന്ന് തപ്പിക്ക്. പറ്റിയ രാത്രി തന്നെ രണ്ടിനെയും പൊക്കണം. ആ പെണ്ണിന്റെ തന്ത ആളെയും കൂട്ടി വന്നിരിക്കുവാ. കുഞ്ചറിയാച്ചനൊന്നും വിഷമിക്കാതിരിക്കേ. നേരം വെളുക്കുമ്പോഴേക്കും പരിഹാരം ഉണ്ടാക്കാം. പേടിക്കാൻ ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാ. വെട്ടം വീഴുന്നതിന് മുമ്പ് ഈ ഭൂമി മലയാളത്തിൽ എവിടെ ഉണ്ടെങ്കിലും അവരെ തപ്പിപ്പൊക്കി ഇവിടെ എത്തിക്കും. നിങ്ങൾ സമാധാനമായിട്ട് പോയാട്ടെ. ഇതിനിടയ്ക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ ശേഖരൻ സാറിന്റെ വീട്ടിലോട്ട് വന്നേക്കാം. ആ മക്കളെ കൊണ്ട് ഒരു ഉപകാരവും വേണ്ട, അതോട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. പെണ്ണ് കേസിന് പോലീസ് സ്റ്റേഷന്റെ വരാന്തേ കയറുകയെന്ന് വെച്ചാ, അല്ല, ഇവനെ പറ്റി ഇതിനു മുമ്പ് ഒരു പരാതി ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാ പിന്നെ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. ഒന്നുമില്ലല്ലോ, നമ്മുടെ കൊച്ചന്റെ കൂടെ അല്ലയോ പോയിരിക്കുന്നത്. എന്താ? പോയി കുളിക്കടാ. ഇതൊന്ന് കഴിഞ്ഞില്ല പ്ലീസ് പ്ലീസ്. ആ ഹേയ് എന്റെ മച്ചമ്പി ഇത് എത്ര നേരമാടാ തുടങ്ങിയിട്ട്? ആ പെങ്കൊച്ചിനെ ചെവി അടിച്ചു പോടാ. ഒന്ന് പോടേ. ആ ഹരിയ, അവൻ അസൂയ. അതോ അങ്ങോട്ട് ചെന്നാ മതി. പെണ്ണിന് ആങ്ങളമാർ 5 എണ്ണമാ. അച്ഛൻ റിട്ടയർഡ് SP. കല്യാണത്തിന് മുമ്പ് ഒരു ഫോൺ അങ്ങോട്ട് ചെന്നാൽ പോലീസ് ഏമാൻ ഇവന്റെ എല്ലാവരും. ആ, ഒരു മിനിറ്റ് കൊടുക്കാം. ഹലോ പാർവതി മാഡം, എനിക്ക് അസൂയല്ല, സഹതാപമാണ്. കൊല്ലം 3-4 ആയില്ലേ ഇതിങ്ങനെ തുടങ്ങിയിട്ട്. ഉണ്ട്, വിളിക്കാറുണ്ട്. ഞങ്ങള് നിങ്ങളെപ്പോലെ ലവ് ബേർഡ്സ് അല്ലല്ലോ. ബ്രോക്കർ കൃഷ്ണൻകുട്ടി ചേട്ടനും അമ്മയും കൂടെ പോയി പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, തീരുമാനിച്ചു. വധുവിനെ കാണാതെ കല്യാണം ഉറപ്പിച്ച അപൂർവം വരന്മാരിൽ ഒരാളാണ് ഹരികൃഷ്ണൻ. ആ 30 വർഷം വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന അമ്മയുടെ സെലക്ഷൻ തെറ്റുവോ? ആ കൊള്ളാം, നല്ലൂട്ടിയാ. അതെ, അതിൻ്റെ ഒരു ത്രില്ലിലാണ്. ജനുവരി 10-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഞാനും അമ്മയും വരുന്നുണ്ട്. കല്യാണം വിളിക്കാം. ആ ഹരി, അവിടെ രാജുവിനെ ആരും അടിക്കുന്നു, വേഗം വാ. എന്താ പ്രശ്നം? ഇവരോട് ചോദിച്ചോക്കടോ. കെട്ടിയോളും കുട്ടികളായിട്ട് ഈ നാട്ടിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലേ? രാജീവൻ, നിന്നോട് ഞാൻ പുറപ്പെട്ടപ്പോഴേ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത ഏടാകോടത്തിൽ ഒന്നും ചെന്ന് ചാടരുതെന്ന്. ഞാനതിനൊന്നും ചെയ്തില്ലടാ. ഞാൻ ചുമ്മാ ചോദിച്ചോളൂ കൂടെയുള്ളത് ഭാര്യ തന്നെയാണോന്ന്. മാന്യന്മാർക്ക് ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ? ആ പിന്നെ, നിന്നെ എനിക്ക് അറിയാവടാ. നിനക്ക് എത്ര ഭാര്യമാരെന്നൊന്നും അറിയാം. എടാ, ഇപ്പൊ മാമയുടെ ഹരി, മാമ. ഓടി വാടാ. നിക്കണോടെ. സോറി മാഡം, ഹസ്ബൻഡ് കുറച്ച് ഓവറാണ്. ഒന്ന് ഇറങ്ങിയിട്ട് വെളി വിട്ടാൽ മതി. ഐ എം സോറി.